ഇരമ്യാവ് അധ്യായം 33. ഇരമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം അവനുണ്ടായതെന്നാൽ അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണ്ണയിക്കുന്ന യഹോവ എന്ന് നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമുള്ളൂ. നീ അറിയാത്ത മഹത്തായും അഗോചരമായ ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. വാടകൾക്കും വാളിനുമെതിരെ തടുത്തു നിൽക്കേണ്ടതിനായി ഈ നഗരത്തിൽ പൊളിച്ചിട്ടിരിക്കുന്ന വീടുകളെയും യഹൂദ രാജാക്കന്മാരുടെ അരമനകളെയും കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അവർ കൽദയരോട് യുദ്ധം ചെയ്യുവാൻ ചെല്ലുന്നു. എന്നാൽ അത് ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും സംഭരിച്ചിരിക്കുന്ന മനുഷ്യത്വ ശവങ്ങൾ കൊണ്ട് അവയെ നിറപ്പാനത്രേ. അവരുടെ സകല ദോഷവും നിമിത്തം ഞാൻ എൻ്റെ മുഖത്തെ ഈ നഗരത്തിന് മറച്ചിരിക്കുന്നു. ഇതാ, ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ യഹൂദയുടെ പ്രവാസികളെയും ഇസ്രായേലിൻ്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. അവർ എന്നോട് പിഴച്ചതായ സകല അർത്ഥത്തെയും ഞാൻ നീക്കി അവരെ ശുദ്ധീകരിക്കുകയും അവർ പാപം ചെയ്ത് എന്നോട് ദ്രോഹിച്ചതായ സകല അർത്ഥങ്ങളെയും മോചിക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മയെയും കുറിച്ച് കേൾക്കുന്ന സകല ഭൂജാതികളുടെയും മുമ്പാകെ അതെനിക്ക് ആനന്ദ നാമവും പ്രശംസയും മഹത്വവുമായിരിക്കും. ഞാൻ അതിനെ വരുത്തുന്ന എല്ലാ നന്മയും നിമിത്തവും സർവ്വസമാധാനവും നിമിത്തവും അവർ പേടിച്ചു വിറയ്ക്കും. യഹോവ പ്രകാരം അരുളിച്ചെയ്യുന്നു. മനുഷ്യരും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ സ്ഥലത്തും യഹൂദ പട്ടണങ്ങളിലും മനുഷ്യനോ നിവാസികളോ മൃഗമോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന യെരൂശലേം വീഥികളിലും ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. ഞാൻ ദേശത്തിൻ്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ പ്രകാരം അരുളിച്ചെയ്യുന്നു. മനുഷ്യനും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന ഈ സ്ഥലത്തും അതിൻ്റെ സകല പട്ടണങ്ങളിലും ആടുകളെ കിടത്തുന്ന ഇടയന്മാർക്ക് ഇനിയും മേച്ചിൽപ്പുറം ഉണ്ടാകും. മലനാട്ടിലെ പട്ടണങ്ങളിലും താഴ്വീതിയിലെ പട്ടണങ്ങളിലും തെക്കേ പട്ടണങ്ങളിലും ബെന്യാമിൻ ദേശത്തും യെരൂശലേമിൻ്റെ ചുറ്റുവട്ടത്തിലും യഹൂദ പട്ടണങ്ങളിലും ആടുകൾ എണ്ണുന്നവൻ്റെ കൈക്ക് കീഴെ ഇനിയും കടന്നു പോകും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യെഹൂദ ഗൃഹത്തോടും അരുളിച്ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ നാളുകളിലും ആ കാലത്ത് ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ മുളപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അന്നാളിൽ യഹൂദ രക്ഷിക്കപ്പെടും, യെരൂശലേം നിർഭയമായി വസിക്കും. അതിന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ ദാവീദിനൊരു പുരുഷൻ ഇല്ലാതെ വരികയില്ല. ദിനംപ്രതി ഹോമയാഗം കഴിപ്പാനും ഭോജനയാഗം ദഹിപ്പിപ്പാനും ഹന്യാഗം അർപ്പിപ്പാനും എൻ്റെ മുമ്പാകെ ലേവ്യ പുരോഹിതന്മാർക്ക് ഒരു പുരുഷൻ ഇല്ലാതെ വരികയുമില്ല. ഇരമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. തക്ക സമയത്ത് പകലും രാവും ഇല്ലാതിരിക്കത്തക്കവണ്ണം പകലിനോടുള്ള എൻ്റെ നിയമവും രാത്രിയോടുള്ള എൻ്റെ നിയമവും ദുർബലമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ ദാസനായ ദാവീദിന് എൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുവാൻ ഒരു മകൻ ഇല്ലാതെ വരത്തക്കവണ്ണം അവനോടും എൻ്റെ ശുശ്രൂഷകന്മാരായ ലേവ്യ പുരോഹിതന്മാരോടുമുള്ള എൻ്റെ നിയമവും ദുർബലമായി വരാം. ആകാശത്തിലെ സൈന്യത്തെ എണ്ണുവാനും കടൽപ്പുറത്തെ മണൽ അളക്കുവാനും കഴിയാത്തതുപോലെ ഞാൻ എൻ്റെ ദാസനായ ദാവീദിൻ്റെ സന്തതിയെയും എൻ്റെ ശുശ്രൂഷകന്മാരായ ലേവ്യരെയും വർദ്ധിപ്പിക്കും. യഹോവയുടെ അരുളപ്പാട് ഇരമ്യാവിനുണ്ടായതെന്നാൽ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്ന രണ്ട് വംശങ്ങളെയും അവൻ തള്ളിക്കളഞ്ഞു എന്ന് ഈ ജനം പറയുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലയോ? ഇങ്ങനെ അവൻ എൻ്റെ ജനത്തെ അത് ഇനി ഒരു ജാതിയല്ല എന്ന് ദുഷിച്ചു പറയുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. പകലിനോടും രാത്രിയോടുമുള്ള എൻ്റെ നിയമം നിലനിൽക്കുന്നില്ലെങ്കിൽ, ഞാൻ ആകാശത്തിൻ്റെ ഭൂമിയുടെയും വ്യവസ്ഥ നിയമിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ യാക്കോബിൻ്റെയും എൻ്റെ ദാസനായ ദാവീദിൻ്റെയും സന്തതിയെ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിനെയും യാക്കോബിൻ്റെയും സന്തതിക്ക് അധിപതിമാരായിരിക്കാൻ അവൻ്റെ സന്തതിയിൽ നിന്ന് ഒരാളെ എടുക്കാതെ വണ്ണം തള്ളിക്കളയും. അവരുടെ പ്രവാസികളെ ഞാൻ മടക്കി വരുത്തുകയും അവർക്ക് കരുണ കാണിക്കുകയും ചെയ്യും.